ഹായ്. നമ്മൾ ട്രെയിൻ അവൈലബിൾ ആണോന്നും അതുപോലെ ട്രാക്ക് ചെയ്യാനൊക്കെ നമ്മൾ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണല്ലോ. അതുപോലെ KSRTC ബസ്സിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനും അവൈലബിൾ ആണോന്നും ട്രാക്ക് ചെയ്യാനും ഉള്ള ഒരു ആപ്പ് ഉണ്ട് എന്നുള്ളത് ഒരുവിധ ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഒന്ന് ഫോളോ ചെയ്യണം. ഓക്കെ. ചലോ എന്നാണ് നമ്മളെ ആപ്പിൻ്റെ പേര് വരുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാൻ വേണ്ടി പറയും. അതിൽ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ആവും. ഇത് ഓൾറെഡി ഞാനിവിടെ ലോഗിൻ ചെയ്ത് വെച്ച കാരണം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൽ മൊബൈൽ ടിക്കറ്റ് ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ റൂട്ട് നമ്പറും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ ഫൈൻഡ് ആൻഡ് ട്രാക്ക് മൈ യുവർ ബസ് എന്നുണ്ടാവും. അത് കൊടുക്കുമ്പോൾ ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ ലൊക്കേഷൻ നമ്മൾ ഓണാക്കി കൊടുക്കണം. ലൊക്കേഷൻ ഓണാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നാണോ നമ്മളെ ലോക്കൽ ഏരിയക്ക് നമ്മൾ KSRTC ബസ് വരില്ല. അപ്പോൾ നമ്മൾ അടുത്ത് കൂടെ പാസ് ചെയ്തതിനകത്ത് നോക്കുക. നമുക്കിവിടെ ചമ്രോട്ടം ബ്രിഡ്ജാണ്. ചമ്രോട്ടം ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് നെക്സ്റ്റ് എവിടെ വരെ പോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കോഴിക്കോടാണ് പോകേണ്ടത്. അപ്പോൾ കോഴിക്കോട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കോഴിക്കോട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബസ് ഉള്ള ഡീറ്റെയിൽസ് മുഴുവൻ കാണിക്കാൻ പറ്റും. അതിൽ വേണമെങ്കിൽ നമുക്ക് ഡേറ്റ് ഇന്നത്തെ കൊടുക്കാം, അല്ലെങ്കിൽ നാളത്തെ കൊടുക്കാം, സമയം കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതുണ്ട്. അതുപോലെ സമയം എത്ര മണിക്കൂർ കൊണ്ട് എത്തും എന്നുള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ഏതൊക്കെ റൂട്ടിൽ കൂടാണ് പാസ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മാപ്പ്, ഏതൊക്കെ റൂട്ടിൽ കൂടെ പോകണം എന്നുള്ള മാപ്പും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. നമുക്ക് അടുത്ത അതിൻ്റെ റൂട്ട് എവിടേക്കാണ്, ഏതിൽ കൂടെയൊക്കെയാണ് പോകണം എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ. വൈറ്റില ജംഗ്ഷൻ എന്നാണ് തുടക്കം കുറിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ ചമ്രോട്ടം പാലത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് കയറാനുള്ളത്. ചമ്രോട്ടം പാലത്തിൻ്റെ അവിടെ അവിടെ നിന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. പിന്നെ ആലത്തിയൂരാണ് നെക്സ്റ്റ് സ്റ്റോപ്പ്. പിന്നെ BP അങ്ങാടി, ബോയ്സ് ഹൈസ്കൂൾ, ഇങ്ങനെയൊക്കെ ആയിട്ട് പോകണം. തിരൂർ ഒക്കെ ആയിട്ടാണ് പോണത്. ഓക്കെ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.